വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ എന്ന് പറയാൻ ഒക്കുമെങ്കിൽ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് വന്നത്. എന്നാലും ഈ ആളുകളെല്ലാം പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സ്ലോഗൻസ് കൊണ്ടുവരിക എന്നുള്ളതൊരു ഒരു പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അത് 2020 ഈ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഒരു പുഷ് വരുന്നത്. പക്ഷെ ഇത് ഒരു പണ്ട് മുതലേ നമ്മൾ ഒരു എക്കണോമിക് നാഷണലിസം അല്ലെങ്കിൽ ഒരു സ്വരാജ്യം എന്നൊക്കെ പറയുന്ന ഒരു എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1905 മുതൽ ഇപ്പം ഗോപാലകൃഷ്ണ ഗോഖലെ ആണെങ്കിലും ബാലഗംഗാധർ തിലക് ആണെങ്കിലും അവരുടെ ഒരു ഇനീഷ്യേറ്റീവിൽ വന്ന ഒരു എക്കണോമിക് ഒരു നമുക്കൊരു ഡിപ്പെൻഡൻസി പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തുടങ്ങിയൊരു പ്രചാരമാണ്. അത് ഗാന്ധിജി അതിനെ പ്രചാരത്തിലുണ്ടാക്കിയ ഒരു സ്വദേശി എന്ന് പറയുന്നത് ഒരു ചർക്കയും കാര്യങ്ങളൊക്കെ ഖാദിയുടെ കാര്യത്തിലൊക്കെ വലിയ ഒരു ക്യാമ്പയിനായിട്ട് മാറി. അത് എനിക്ക് തോന്നുന്നു 2014 ശേഷം ഒരുപക്ഷെ മോദി 2.0 ഒരു 2019 ശേഷമാണ് ഇതിനൊരു വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് വന്നിരുന്നത്. 2020 ഈ വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള ആ ഒരു സ്ലോഗൻ കോയിൻ ചെയ്യുന്നത് ആത്മനിർഭർ ഭാരത്. അതിന് മുമ്പ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പ്രീ സയൻസ് പോലെ ഒരു നമുക്ക് ഈ പറയുന്ന ടാരിഫും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പം നമുക്കൊരു ആഘാതം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഈ ലോക്കൽ പ്രൊഡക്ഷനും ലോക്കൽ കൺസംഷനും വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്നത് ആക്ച്വലി പ്രൊഡക്ഷൻ മാത്രമല്ല കൺസംഷനും നമ്മുടെ ആ ലോക്കലായിട്ടുണ്ടാകണം എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ലേറ്റ് 1970s ജപ്പാനിൽ 1 വില്ലേജ് 1 പ്രോഡക്റ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമ്മൾ 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന് പറയുന്ന രീതിയിലുമാക്കി. അതിനൊരു ഗവൺമെന്റ് സപ്പോർട്ടായിരുന്നു, മറ്റൊരു ഒരു പബ്ലിക് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു ഇമ്പാക്ട് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഇമ്പാക്ട് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ പല സെക്ടറുകളിൽ ഇതിന്റെ വ്യത്യാസം വരുന്നത്. ഞാൻ അതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽ മാനുഫാക്ചറിങ് ഏതാണ്ട് PLI സ്കീം ഇങ്ങനെ ഒരു വലിയ തോതിൽ ഇന്ത്യയിൽ 1 ലക്ഷം കോടി രൂപയോളം വന്നിരിക്കുകയാണ് അതിന്റെ ഒരു എക്സ്പോർട്ട് പ്രൊസീഡ്സ്. 2 ഒരു ഓട്ടോ സെക്ടർ നമുക്കറിയാം, ടാറ്റാസിന്റെ ആണെങ്കിലും മഹീന്ദ്രാസിന്റെ ആണെങ്കിലും വളരെ ലോക്കലായിട്ടുള്ള പ്രൊഡക്ഷൻസും മറ്റുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വിദേശ ബ്രാൻഡുകളാണെങ്കിലും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് വലിയ ഇതുമില്ല. അപ്പൊ അത് ഓട്ടോ സെക്ടറിനകത്ത് വലിയൊരു ഇതുണ്ടായി. പിന്നെ ടെക്സ്റ്റൈൽസ് ഒരു വളരെ മേജർ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻഡ്ലൂം ഖാദി എന്ന് പറയുന്ന ഇൻഡസ്ട്രീസിലാണ് വളരെ ശക്തമായ ഇമ്പ്രൂവ്മെന്റ്. എനിക്ക് തോന്നുന്നു 20-30,000 ക്രോർസിൽ നിന്നും ഏതാണ്ട് 1,30,000 കോടി രൂപ വരെയുള്ള ഒരു ജമ്പാണ് ഈ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ ഇത് ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമാണ്, കൺസംഷൻ പ്രോഗ്രാമാണ്, സെൽഫ് സഫീഷ്യൻസി പ്രോഗ്രാമാണ്, അതുപോലെ തന്നെ ഒരു എക്സ്പോർട്ട് റിഡക്ഷൻ പ്രോഗ്രാമാണ്. നമ്മുടെ വിദേശ നാണ്യത്തെ സേവ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇത് ഈ SME സെക്ടറിൽ എക്സ്പോർട്സും കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഈ പറയുന്ന നവരാത്രി, ദീപാവലി ഒരു ഫെസ്റ്റിവൽ സീസണിലാണ് നമ്മൾ സാധാരണ ഇപ്പം ഓൺലൈൻ ഷോപ്പുകളാണെങ്കിലും ഒക്കെ ഒരു ദീപാവലി സെയിൽസും അല്ലെങ്കിൽ നവരാത്രി സെയിൽസ് എന്നൊക്കെ പറയേണ്ട ഡിസ്കൗണ്ടും ഡീപ്പ് ഡിസ്കൗണ്ടും ഈവൻ കാറുകൾക്ക് പോലും. അപ്പം ഈവൻ GSTയുടെ സേവിങ്സിനേക്കാൾ കൂടുതലാണ് പല കാർ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ഇന്ന് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇമ്പാക്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഈ ലോസസും മറ്റുമൊക്കെ എല്ലാ പ്രാവശ്യവും ഒരു 1-2 മാസം ഒരു കളക്ഷൻ ഡിപ്പ് ഉണ്ടാവും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പല ആളുകളും പറയുന്നത് ഓർഡേഴ്സ് ഇപ്പൊ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഓർഡേഴ്സ് പലപ്പോഴും ഇത് ഹോൾഡ് ചെയ്യും ഇത് കിക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഓർഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള ഒരു കളക്ഷൻ, കാരണം ഈ പുതിയ നിരക്കുകൾ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് മരുന്നുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ വില കുറയുന്ന കാര്യങ്ങളെല്ലാവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാവും. പക്ഷേ ഈ ഇൻകം ടാക്സിന്റെ ഇളവുകളും അതുപോലെ GSTയിലെ ഇളവുകളും ഏതാണ്ട് 2-2.5 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് വരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ കൺസംഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ആവറേജ് അബൌട്ട് 9.5-10% ആണ് നമ്മുടെ GST കളക്ഷൻ. അപ്പോൾ ഈ 2.5 ലക്ഷം
കോടി രൂപ മാർക്കറ്റിൽ വരുമ്പോൾ അതിന്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് കൊണ്ട് ഈ പറയുന്ന 40-50,000 കോടി രൂപയുടെ ഒരു ഡിപ്പിൻ കളക്ഷൻ നമുക്ക് കവർ ചെയ്യാൻ ഒക്കും എന്ന് തന്നെയാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെയും ഈ ഡേറ്റ പ്രോസസ് ചെയ്യുന്നവരുടെയും എക്കണോമിക് ഒബ്സർവേഴ്സിന്റെയൊക്കെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നമുക്ക് അങ്ങനെ